എത്ര മാന്യതയായാലും അകമേ ചോര പൊടിയുന്ന ചില മുറിവുകളുണ്ട്. അതുതന്നെയാ നന്ദേട്ടന്റെ മനസ്സിലും. പക്ഷെ എനിക്കൊരിക്കലും അച്ഛന്റെ പക്ഷത്തല്ലാതെ നിൽക്കാൻ കഴിയില്ല സച്ചേട്ടാ. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് നന്ദേട്ടനോടൊന്ന് സംസാരിക്കണം. ചിലപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോകാൻ സമ്മതിച്ചാലോ? താ ഒരു കാര്യം ചെയ്യും, ഡോക്ടർ ഇഷാനെ ഒന്ന് വിളിച്ച് സംസാരിക്കേ. ആദ്യം അവരൊരുമിച്ച് ഡോക്ടറെ കാണാൻ തയ്യാറാണോ എന്ന് അറിഞ്ഞിട്ട് പോരെ ഇതൊക്കെ. പഴയതൊക്കെ മറന്ന് ഒരു കുഞ്ഞൊക്കെ ആയി സന്തോഷത്തോടെ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. എന്നാ പിന്നെ സച്ചേട്ടൻ തന്നെ നന്ദേട്ടനോടൊന്ന് സംസാരിക്കേ. എനിക്ക് ഇക്കാര്യം നന്ദേട്ടനോട് സംസാരിക്കാൻ വയ്യ. ഈ വീട്ടില് നന്ദേട്ടൻ ആരുടെയെങ്കിലും വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അത് താൻ പറയുന്നത് മാത്രം. നല്ല കാര്യങ്ങളൊന്നും നീട്ടിവെക്കാൻ പാടില്ല. നന്ദേട്ടൻ സമ്മതിച്ച ഇപ്പം തന്നെ ഡോക്ടർ ഇഷാനെ വിളിച്ച് സംസാരിക്കാം. നാളെ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും ചെയ്യാം. എടോ, താൻ പോയി നന്ദേട്ടനോടൊന്ന് സംസാരിക്കേ. ശരി. അതെ, പ്രസവിക്കാതിരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഇതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എത്രയും വേഗം ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം. അതാണ് നിനക്കും എനിക്ക് നല്ലത്. ശത്രുക്കളെ പോലെ ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് പരസ്പരം അകന്നു പോകുന്നത് തന്നെയാണ്. അപ്പൊ നെല്ലിശ്ശേരിയിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ പുറത്താക്കണം അല്ലേ? അതൊന്നും നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അവന്തിയെ, മനസ്സുകൊണ്ട് നിന്നെ ഞാൻ എന്നേ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഡിവോഴ്സ് നടക്കുന്നത് മനസ്സിലല്ലല്ലോ, കോടതിയിലല്ലേ. അവിടെ ഞാൻ പറയുന്നത് മാത്രമേ കോടതി കേൾക്കൂ. അത് നിന്റെ തോന്നല. എന്റെ തോന്നലല്ല, തീരുമാനോ. നിങ്ങൾ എന്റെ കൂടെ വരും, ഡോക്ടറെ കാണുകയും ചെയ്യും. ഞാൻ നിന്റെ കൂടെ വരും. അത് പക്ഷെ ഡോക്ടറിനെ കാണാനായിരിക്കില്ല, അഡ്വക്കേറ്റിനെ കാണാനായിരിക്കും. ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ. ഇതല്ലാതെ മറ്റൊന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. ഉറപ്പാണോ? അതെ, ഒരുമിച്ചുള്ള ജീവിതം എനിക്ക് മടുത്തു. സമാധാനമായിട്ട് കുറച്ചു നാളെങ്കിലും എനിക്കൊന്ന് ജീവിക്കണം. അതിന് ഡിവോഴ്സ് കിട്ടിയേ തീരൂ. എന്നാ കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. എന്നെ ഉപേക്ഷിച്ച ഡിവോഴ്സും വാങ്ങി മറ്റേതെങ്കിലും ഒരുത്തിയുടെ കൂടെ പോയി ജീവിക്കാന്നും വിചാരിക്കണ്ട. അത് നടക്കില്ല. പഴയതൊക്കെ മറക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങളും മറക്കണം. കൊടുക്കുന്നവരെല്ലാം പെട്ടെന്ന് മറക്കും. പക്ഷേ കൊള്ളുന്നവൻ അത്ര പെട്ടെന്ന് മറക്കില്ല. മരണം വരെ അതിന്റെ നീറ്റിൽ ഇങ്ങനെ ഉള്ളി നിൽക്കും. എന്നോട് ചെയ്തതൊക്കെ ഓർക്കാതെ ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാനും ഉണരാനും കഴിയില്ല. എല്ലാവരുടെയും മുമ്പിൽ സന്തോഷം അഭിനയിക്കുമ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോഴും എന്റെ മനസ്സിൽ നിന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. അച്ഛന്റെ ആഗ്രഹത്തിന്റെ പേരും പറഞ്ഞ് എന്നെ അതിൽ കുരുക്കിയിടാൻ ശ്രമിക്കണ്ട. ഡിവോഴ്സിൽ കുറഞ്ഞൊരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല.
പൊക്കോ. പക്ഷേ ഈ ജന്മത്തെ നിങ്ങക്ക് ഡിവോഴ്സ് കിട്ടില്ല. നെല്ലിശ്ശേരിയിലെ മരുമകളുടെ സ്ഥാനം മറ്റേതെങ്കിലും ഒരുത്തിക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് കൈയും വീശി ഇറങ്ങി പോവാൻ എനിക്ക് സൗകര്യമില്ല. നന്ദേട്ടൻ ഡിവോഴ്സ് ആഗ്രഹിക്കുന്ന കാര്യം അച്ഛൻ അറിഞ്ഞു ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അതുറപ്പാ. അച്ഛന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ ഓർക്കുമ്പോഴാ എനിക്ക് പേടി. പുറമെ ഇങ്ങനെ നടക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതൊന്നും താങ്ങാൻ അച്ഛനെ കൊണ്ട് കഴിയില്ല. നമ്മളിപ്പോ ആരുടെ പക്ഷത്ത് നിൽക്കും? അവന്തികേട്ടത്തി നന്ദേട്ടനോട് കാണിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരിക്കലും ഏട്ടത്തിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിന് അച്ഛൻ പടുത്തുയർത്തിയ ഒരു അന്തസ്സുണ്ട്. അത് നഷ്ടപ്പെടുത്താനും പറ്റില്ല. നന്ദേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്ന് ഒരിക്കലും പിന്നോട്ട് പോകുന്ന ആളല്ല. അത് ഓർക്കുമ്പോഴാ എനിക്കൊരു ടെൻഷൻ. ഒരു കാര്യം ഉറപ്പാ സച്ചേട്ടാ, അധികകാലം ഇത് മറച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കുറച്ചു കാലം ആരും അറിയാതെ പൊതിഞ്ഞു പിടിക്കാം. ഒരു ദിവസം അവർക്കിടയിലെ ഈ പ്രശ്നം പുറത്തേക്ക് വരും. ഈ നെല്ലിശ്ശേരി വീട്ടിൽ അതൊരു ബോംബ് പോലെ വന്ന് വീണ് പൊട്ടിത്തെറിക്കും. അതിൽ തകരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടു തന്നെ അറിയണം. നന്ദേട്ടന്റെ ഇന്നത്തെ സംസാരവും പെരുമാറ്റവും വെച്ച് നോക്കുമ്പോൾ ആ തകർച്ചയ്ക്ക് ഇനി അധിക സമയം ഉണ്ടാവില്ല.